അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മാലേക്കോട്ടെ വാലിബൻ PS റഫീഖ് തിരക്കഥ എഴുതി ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന സിനിമയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന മാലേക്കോട്ടെ വാലിബൻ. നമ്മളിന്ന് റിലീസിന് ആദ്യത്തെ ഫസ്റ്റ് ഷോ ഫാൻ ഷോ ബുക്ക് ചെയ്ത് പോകുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നതും. അതോടൊപ്പം ആ പ്രതീക്ഷ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. സിനിമയുടെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ആവും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷയായിരുന്നത്. പക്ഷേ എനിക്ക് തോന്നിയത് എവിടെയോ വെച്ച് അതൊരു നാടക സ്റ്റൈലിലേക്ക് മാറി. ഒരു സിനിമയുടെ കൃത്യമായ രീതിയിലൊരു ഒഴുക്ക് എന്ന് പറയാനായിട്ട് പറ്റില്ല. തിരക്കഥയും വലിയ രീതിയിലുള്ളൊരു ഇതൊന്നും ഇല്ല. കാരണം ഒരു മല്ലയുദ്ധക്കാരനായ വാലിബനാണ് മോഹൻലാൽ. അപ്പോൾ ആളുടെ കൂടെയുള്ള ആളുകളാണ് ഹരീഷ് പേരടി. അവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുലിമുരുകനിലൊക്കെ കണ്ടുവരുന്ന തള്ളുമൂപ്പന് പോലെ ഇവിടെ വേറൊരു ചെറിയ പയ്യനുണ്ട്, ചിന്നൻ എന്ന് പറയുന്നത്. അതും നല്ല രീതിയിൽ അഭിനയിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ റോള് ഭംഗിയായിട്ടുണ്ട്. അതായത് ഒരു പുലിമുരുകനിൽ നമ്മൾ കണ്ടിരുന്ന മൂപ്പൻ എങ്ങനെയാണോ അതാണ് അതിലെ സിനിമയിലെ ചിഹ്നം. അതായത് നായകൻ വരുന്നതിന് മുന്നേ തന്നെ നായകനെ കുറിച്ചുള്ള തള്ളുകൾ അങ്ങനെ തുടങ്ങും. പക്ഷെ ഇതിൽ എടുത്തു പറയേണ്ടത് രാജസ്ഥാനിലെ വിഷ്വൽസ് അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അതായത് JP യൂണിവേഴ്സിലെ മുന്നത്തെ പടങ്ങളൊക്കെ അതേപോലെ തന്നെയായിരുന്നു, നമുക്ക് അറിയാൻ പറ്റും. ജല്ലിക്കെട്ട് എടുത്താലും ശരി, മറ്റേ ലാസ്റ്റ് ഇറങ്ങിയ നൻപക നേരത്തെ മയക്കെടുത്താലും ശരി, അതിലെ ഫ്രെയിംസ് നമുക്ക് എല്ലാവരും പിടിച്ചെടുത്തുന്ന ഫ്രെയിംസ് ആണ്. അത് ഇതിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഥയ്ക്കും അതേപോലെ ഈ ഫൈറ്റ് സീനൊക്കെ വളരെ മോശമായിട്ടുണ്ട്. ചില ഫൈറ്റ് സീനിൽ കയറിൽ കെട്ടി തൂങ്ങുക, അത് ശരിക്കും കെട്ടി തൂങ്ങുന്ന തന്നെ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. ശരിക്കും അത് അങ്ങനെ മിസ്റ്റേക്ക് വരുന്നതാണോ അത് അങ്ങനെ ആയിട്ട് കാണിച്ചതാണോ എന്ന് അറിയില്ല. അതേ രീതിയിലായിരുന്നു. ബാക്കി മോഹൻലാലൊക്കെ അഭിനയത്തിൽ ലെവൽ നോക്കുകയാണെങ്കിൽ മോഹൻലാലാണ്, ഹരീഷ് പേരടിയാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിന് രണ്ടാം ഭാഗം വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആദ്യത്തെ ഭാഗം കണ്ട് ഇഷ്ടപ്പെടാതെ തന്നെ ഞാൻ രണ്ടാമത്തെ ഭാഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറയാ, ഒരു നാടക സ്റ്റൈലിലായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ പടം പോയത്. ഫ്രെയിമുകളുണ്ട്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നന്നായിട്ടുണ്ട്. അതായത് ഈ ലാഗ് വരുന്നിടത്തും നമ്മളെ സിനിമയിൽ ഒരു പരിധി വരെ പിടിച്ചു നിർത്തിയത് ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. മധു നീലകണ്ഠനാണ് അതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അതും നന്നായിട്ടുണ്ട്. എഡിറ്റിങ്ങിൽ ഈ പറഞ്ഞ മാതിരി കയറ് കെട്ടി തൂങ്ങുന്ന രീതിയിലുള്ള ഫൈറ്റ് സീനുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. കാരണം ഇത്രയും നല്ല രീതിയിൽ എടുക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ പഴയ കാലത്തെ ഇടിക്കുമ്പിക്കും പൊന്തി പോകുന്ന അഭ്യാസങ്ങളൊക്കെ നിർത്തിയിട്ട് നല്ല രീതിയിൽ ചെയ്യായിരുന്നു. എനിക്ക് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടകമായിട്ടാണ് എനിക്ക് പടം ഫീൽ ചെയ്തത്. നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സ് ചെയ്ത്. ഓക്കെ, ബൈ.